ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുവചന ജപമാല മരിയൻ ധ്യാനം 138 എപ്പിസോഡ്. മറിയത്തിന്റെ കലാലയത്തിലിരുന്ന് ക്രിസ്തുവിന്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക. അതാണ് വചനക്കൊന്ത, തെയോത്തോക്കസിന്റെ വചനക്കൊന്ത. അതില് ലുത്തിനിയ 51 ലുത്തിനിയയെക്കുറിച്ചുള്ള നമ്മുടെ 51 ധ്യാനമാണ്. 48 വാഴ്ത്തുമൊഴിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കന്യകളുടെ രാജ്ഞി, ക്വീൻ ഓഫ് വെർജിൻസ്, റെജീന വെർജീനം. ഇത് വാസ്തവത്തിൽ നമ്മൾ ഒരു 3 വാഴ്ത്തുമൊഴികൾ വളരെ വിശദമായി മുമ്പ് കണ്ടിട്ടുണ്ട്. കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവ്, അത്യന്ത വിരക്തയായ മാതാവ്, മാലാഖമാരുടെ രാജ്ഞി. ഇതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മറിയത്തെ രാജ്ഞി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അതായത് യഹൂദ രാജ്യത്ത് രാജാവിന്റെ അമ്മയെയാണ് രാജമാത, അമ്മ മഹാറാണി എന്ന് വിളിച്ചിരുന്നത്. രാജാവിന്റെ ഭാര്യയല്ല, രാജാവിന്റെ അമ്മയാണ്. അത് യഹൂദ രാജ്യത്ത് മാത്രമാണ്. വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തില്ല, തെക്കുള്ള യഹൂദ രാജ്യത്ത് മാത്രം. ആ യഹൂദ വംശത്തിൽപ്പെട്ട യേശു രാജാക്കന്മാരുടെ രാജാവാണ്, രാജാധിരാജനാണ്. വെളിപാട് പുസ്തകം 19:16. അപ്പോൾ രാജാക്കന്മാരുടെ രാജാവായ യേശു, ആ യേശുവിന്റെ അമ്മ രാജമാതയാണ്, രാജ്ഞിയാണ്. ഇത് വളരെ വിശദമായി നമ്മൾ കണ്ടതാണ്. പിന്നെ കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. മറിയത്തിന്റെ കന്യകാത്വത്തിന് ഭംഗം വരാതെയാണ് അവള് ദൈവപുത്രനെ പ്രസവിച്ച ഗർഭത്തിൽ അല്ലേ ഗർഭം ധരിച്ചത്. അതുപോലെ പ്രസവിച്ചതും കന്യകാത്വത്തിന് ഭംഗം വരാത്തതാണെന്നൊരു പാരമ്പര്യമുണ്ടെന്ന് ഞാൻ ക്രിസ്മസിന്റെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു, ഡിസംബർ 25 ധ്യാനത്തിൽ. അതുപോലെ തന്നെ അത്യന്ത വിരക്തിയായ മാതാവ് മറിയം എങ്ങനെയാണ് ഈ വിരക്തി, അതായത് കന്യകയായി ദൈവപുത്രനെ ഗർഭം ധരിക്കുക മാത്രമല്ല, പ്രസവിക്കുക മാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നുവെന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. എങ്കിലും സാധാരണ പറയുന്ന ഒരു ഒബ്ജക്ഷൻ, അതായത് മറിയം നിത്യകന്യകയായിരുന്നു എന്ന ആ വിശ്വാസ സത്യത്തെ അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ചില കൂട്ടരെ പറയുന്ന ഒരു ന്യായം എന്താണ്? മത്തായിയുടെ സുവിശേഷം 1-ാം 25 വാക്യം, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല. അറിയുക എന്ന അവിടെ ഉപയോഗിക്കുന്നത് ലൈംഗികമായി ബന്ധപ്പെട്ടില്ലെന്നാണ്. പുത്രനെ പ്രസവിക്കുന്നത് വരെ, ഈശോയെ പ്രസവിക്കുന്നത് വരെ യോസഫ് മറിയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടില്ല. പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്ന വാക്കിനർത്ഥം അത് കഴിഞ്ഞ് ബന്ധപ്പെട്ടുവെന്നും അതിൽ മക്കളുണ്ടായെന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരാണ് മെയിനായിട്ടും ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഈ വരെ എന്നുള്ള വാക്ക്, പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ അവര് അയൽപ്പക്കത്തുള്ളവരാണ്, ആരവല്ല, ലൈംഗികമായിട്ട് അറിഞ്ഞില്ലെന്നാണ്. അപ്പൊ വരെ എന്ന വാക്കിന്റെ വെളിച്ചത്തിലാണ് ഇവരിങ്ങനെ മറിയം നിത്യകന്യകയല്ല, ഈശോയുടെ ജനനത്തിന് ശേഷം മറിയം ജോസഫ് തമ്മിൽ ബന്ധപ്പെട്ടു, അതിൽ മക്കളുണ്ടായി, ആ മക്കളുടെ പേരുകളാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നത് എന്നെല്ലാമാണ് ഇവരുടെ വ്യാഖ്യാനം. യേശുവിന്റെ സഹോദരന്മാർ യേശുവിന്റെ കസിൻസ് ആണെന്നൊക്കെ ബൈബിളിൽ തന്നെ സൂചനയുണ്ട്. പക്ഷെ അതൊന്നും അവർ കണക്കാക്കില്ല. ഇത് മാത്രമാണ് സഹോദരന്മാരുടെ വാക്കും വരെ എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തിട്ടാണ് ഇവരുടെ വ്യാഖ്യാനം. വരെ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയാൻ ഞാൻ, പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്നുള്ളവരാണ്. വരെ, അണ്ടിൽ എന്നാണ്. 110 സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് എടുത്തു നോക്കിയാൽ, 110:1, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. ഞാൻ നിന്റെ ശത്രുക്കളെ, ദൈവമായ കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, മിശിഹായോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. സത്യവേദ പുസ്തകത്തില് നീ നിന്റെ പാദപീഠമാക്കുവോളം എന്നാണ്. നിന്റെ പാദപീഠമാക്കുന്നത് വരെ എന്നതിന് പകരം നിന്റെ പാദപീഠമാക്കുവോളം, അങ്ങനെയാണ് തർജ്ജമ. പക്ഷെ ഇംഗ്ലീഷിൽ കിടക്കുന്നതും ഗ്രീക്കിൽ കിടക്കുന്നതും സിറ്റ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് അണ്ടിൽ ഐ മേക്ക് യുവർ എനിമീസ് യുവർ ഫുഡ് സ്റ്റൂൾ എന്നാണ്. സിറ്റ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് അണ്ടിൽ വരെ, അണ്ടിൽ. അത് തന്നെയാണ് പുത്രനെ പ്രസവിക്കുന്നത് വരെ. ഹി ഡിഡ് നോട്ട് നോ ഹെർ അണ്ടിൽ ഷീ ഗേവ് ബർത്ത് ടു ഹെർ സൺ. അണ്ടിൽ, വരെ. അതേ വാക്ക് തന്നെയാണ് 110 സങ്കീർത്തനം 1. ഈ മിശിഹായുടെ ശത്രുക്കളെ മിശിഹായുടെ
പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുക. ഈ ശത്രുക്കൾ പാദപീഠമാക്കിയതിനു ശേഷം പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കണ്ടേ? മാറ്റം വരുമോ? ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കുക. ഞാൻ നിന്റെ ശത്രുക്കൾ നിന്റെ പാദപീഠമാക്കിയതിനു ശേഷം നീ എന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കണ്ട എന്ന അർത്ഥമുണ്ടോ? സ്ഥിതിക്ക് അല്ലേ, അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന അവിടെ അർത്ഥമുണ്ടോ? ഇല്ല. വരെ എന്ന് പറയുന്നത്, ശത്രുക്കൾ പാദപീഠമാക്കുന്നത് വരെ എന്ന് പറയുന്നത് അതിന് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. നിന്റെ ശത്രുക്കളെ, മിശിഹായുടെ പാദപീഠമാക്കും, അവന് ചവിട്ടുപടിയാക്കും. അത് വരെ എന്ന് പറയുന്നത് തീർച്ചയായും ചെയ്തിരിക്കുമെന്ന അർത്ഥത്തിലാണ്, അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന അർത്ഥത്തിലല്ല. ഇതങ്ങനെ തന്നെ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ, പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിച്ചതിന് ശേഷം അറിഞ്ഞു എന്ന അർത്ഥമില്ലെന്ന് മാത്രമല്ല, ഒരിക്കലും അറിഞ്ഞില്ല എന്നാണ്. കാരണം ഞാൻ നിന്റെ ശത്രുക്കൾ നിന്നെ പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലത്തെ ഭാഗത്ത് ഇരിക്കാന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്ക് ഇരിക്കാന്നാണ് അർത്ഥം. പാദപീഠമാക്കിയതിനു ശേഷം മാറിയിരിക്കാനല്ല. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ. പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല, ഒരിക്കലും അറിഞ്ഞില്ല. ഈ 110 സങ്കീർത്തനം 110:1 അതേ അർത്ഥം തന്നെയാണ് ഇവിടെയുള്ളത്. വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻപ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഒരു ഉദാഹരണം മാത്രം വേണമെങ്കിൽ പറയാം. 2 ശമൂവേൽ 6-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം. മിഹാല്, അതായത് സാവോളിന്റെ മകളും പിന്നീട് ദാവീദിന്റെ ഭാര്യയുമായി തീർന്ന മിഹാല് മരിക്കുന്നത് വരെ അവൾക്ക് മക്കളുണ്ടായില്ല. മരിക്കുന്നത് വരെ മിഹാലിന് മക്കളുണ്ടായിരുന്നില്ല. മരിച്ചതിന് ശേഷം മക്കളുണ്ടായോ? മരിക്കുന്നത് വരെ അണ്ടിൽ മിഹാലിന് മക്കളുണ്ടായിരുന്നില്ല. മരിച്ചതിന് ശേഷം മക്കളുണ്ടായോ? അപ്പോ മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് വരെ എന്നുള്ള ഊന്നി പറഞ്ഞിരിക്കുക. അതിനുശേഷം മാറ്റം വന്നെന്ന് അർത്ഥം പടി ഇല്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. അപ്പൻ മരിക്കുന്നത് വരെ മകനോട് മിണ്ടിയില്ല. അപ്പൻ മരിക്കുന്നത് വരെ, നമ്മൾ പറയുന്നൊരു വാക്കല്ലേ അത്, മകനോട് മിണ്ടിയില്ല. മരിച്ചതിന് ശേഷം മിണ്ടിയോ? മരിച്ചതിന് ശേഷം മിണ്ടാൻ പറ്റുമോ? അപ്പൊ വരെ എന്ന വാക്കിന് അതിനുശേഷം അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നർത്ഥമില്ലെന്ന് മാത്രമല്ല, അതുവരെയുണ്ടായിരുന്ന അവസ്ഥ തുടർന്നുവെന്നും കൂടിയാണ് അർത്ഥം. ഇത് തന്നെയാണ് മറിയത്തിന്റെ കാര്യത്തിൽ. അപ്പൊ മറിയം നിത്യകന്യകയാണ്, കന്യകാത്വത്തിന് ഭംഗം വരാത്തവളുമാണ്, നിത്യകന്യകയാണ്. അതുകൊണ്ട് അത്യന്ത വിരക്തിയായ മാതാവാണ്, കന്യകയാണ്. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളുടെ രാജ്ഞിയാണ്. കന്യകളെ ജീവിക്കുന്ന ആണായാലും പെണ്ണായാലും അവരുടെ രാജ്ഞിയാണ് മറിയം. യേശു അവിവാഹിതനായിരുന്നു, കന്യകനായിരുന്നു, ബ്രഹ്മചാരിയായിരുന്നു. ആ യേശുവിന്റെ അമ്മ കന്യകളായ എല്ലാവർക്കും അമ്മയായി നൽകിയിരിക്കുന്നു. യേശുവിന്റെ അമ്മ രാജ്ഞിയായതുകൊണ്ട്, രാജമാതാവായതുകൊണ്ട് മറിയം കന്യകളുടെ രാജ്ഞിയാണ്. എത്രയോ മഹത്തായ ഒരു കാര്യമാണ് യേശുക്രിസ്തു കന്യകളായ ബ്രഹ്മചാരികൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കന്യാസ്ത്രീകൾക്കും പിന്നെ ബ്രഹ്മചാരികളായ പുരോഹിതന്മാർക്കൊക്കെ വളരെ അടുപ്പമുണ്ട് കന്യകാമറിയത്തോട്. അതിൻ്റെ ഒരു കാരണം, അവരുടെ വിശേഷപ്പെട്ട രാജ്ഞിയായി കർത്താവ് യേശുവിന് തന്റെ തന്നെ അമ്മയെ, അവളെ രാജമാതയാക്കി, അമ്മ മഹാറാണിയാക്കി വാഴ്ത്തുക മാത്രമല്ല, സ്ഥാനാരോഹണം ചെയ്യുക മാത്രമല്ല, കിരീടം ധരിപ്പിക്കുക മാത്രമല്ല, ആ രാജ്ഞിയെ കന്യകളുടെ രാജ്ഞിയായി നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ബ്രഹ്മചര്യം പാലിക്കാനായിട്ട് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ എന്താണ്? മാനുഷികമായ അത്ര എളുപ്പമല്ല. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന് നമ്മെ തന്നെ കയ്യാളിക്കുക, ദൈവം നോക്കാൻ വേണ്ടി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അങ്ങനെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവത്തിലേക്ക് പൂർണ്ണമായും കയ്യാളിക്കുമ്പോഴേ നമുക്ക് ഈ കന്യകാത്വം പാലിക്കാൻ, ബ്രഹ്മചര്യം പാലിക്കാൻ കഴിയും. മാനുഷികമായ കഴിവുകൾക്ക് അപ്പുറത്തേക്ക് ഉള്ളൊരു കൃപ വേണം. അതിന് മറിയം അങ്ങനെ ജീവിച്ചവളാണ്, യേശു അങ്ങനെ ജീവിച്ചവനാണ്. അവരിലേക്ക് തന്നെ നമ്മൾ തന്നെ സമർപ്പിക്കുന്നതിന് ഈ ഒരു പ്രാർത്ഥന വളരെ ഗുണം ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.